Please come. സമ്മതിച്ചിരിക്കുന്നു. നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ആവശ്യം അഭിനന്ദനങ്ങളല്ല. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഓക്കെ. ഇതിൽ 1,00,000 രൂപയുണ്ട്. 1 lakh. Come on. നമ്മുടെ കരാർ 5 ലക്ഷമാണ്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്ത ജോലിക്ക് 1,00,000 രൂപ മതി. കാർ നിങ്ങളുടെ സങ്കേതത്തിൽ എത്തിയെന്ന ധാരണയിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല. ഈ കാർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനും എനിക്ക് കഴിയും. Don't move. എന്തു പറയുന്നു മിസ്റ്റർ ലാൽ? സോറി മദ്രാസ് ഗേൾ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. സോറി ഫോർ ദ ട്രബിൾ. 1 minute. ഇതാ 5 lakhs. 300. Come on. Bye-bye. എനിക്കൊരു മെക്കാനിക്കിനെ വേണം. എന്തിനാ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കേ. ബ്രേക്ക് ഡൗൺ ആയതോ അതോ ആക്കിയതോ? മനസ്സിലായില്ല. എന്റെ മോളെ, എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. നിന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റിയ മെക്കാനിക് ഇവിടെ ഇല്ല. അഥവാ ഞാൻ പറഞ്ഞയച്ചാൽ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുവരേണ്ട വരും. പിന്നെ നിങ്ങൾ എന്തിനാ വർക്ക്ഷോപ്പ് വെച്ചിരിക്കുന്നത്? മാന്യന്മാരായ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. കാറ് കുത്തി തുറക്കുന്ന നിന്നെ പോലുള്ളവർക്കല്ല. സംസാരിച്ച് സമയം കളയാതെ സ്ഥലം കാലിയാണ്. ഇല്ലെങ്കിലോ? പോലീസിനെ വിളിക്കും. അടിച്ച് നിന്റെ പല്ല് തട്ടിക്കളയും. ആര്, നീയോ? നന്നായി ചേട്ടാ. അവൾ ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. എക്സലന്റ്. ചൂണ്ടിയ വിരലിനിട്ട് അടിക്കുന്ന സൈസാണ് ഈ ജാതി. സുരേഷിന്റെ മുമ്പിൽ വീണു. അമ്മാവൻ ഇതിനു മുമ്പ് ഇവിടെ അറിയുമോ? അറിയും. ടൗണിലെ എല്ലാ റൗഡികളും ഇവളെ കണ്ട വിറയ്ക്കും. എവിടെ നിങ്ങളുടെ താമസം? ഗംഗേമ്മൻ കോളനിക്ക് അടുത്ത് ഏതോ ചേരിയിലാണെന്ന് തോന്നുന്നു. പേര്? മദ്രാസ് ഗേൾ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ അതിനെ കണ്ടാൽ ഒരു പെണ്ണിന്റെ ചൊവയില്ല. നീ പോയി ജോലി നോക്ക്. മദ്രാസ് എവിടെ താമസം? എന്തിനാ? ആവശ്യമുണ്ട്. അതെന്തിനാ ചോദിച്ചത്?
അത് അവരോട് പറഞ്ഞോളാം. ആ, എന്നാ താമസ സ്ഥലം പറഞ്ഞു തരാൻ സൗകര്യമില്ല. ആ, என்ன சார் விளையாடுறீங்களா? வந்த விஷயம் சொன்னாதான் இங்கிருந்து திரும்பி போக முடியும். ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ആരെന്ന് ആദ്യം പറ. പേരെന്താ? സുരേഷ്. അക്കാടെ ആരാ നിങ്ങൾ? ചേട്ടൻ. ആ? ചേട്ടനോ? ശരി. അക്ക, എന്താ? ഒരാളെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയട്ടെ? மொட்டை, இந்த பைக் எல்லாம் யாரும் தொடாம பாத்துக்கோ. ஜாகிரதை. Follow me. നോക്കിക്കോ. എനിക്കൊരു അനുജത്തി ഉണ്ടായിരുന്നു. അവളെ ഞാൻ അടിക്കുമെന്ന് പേടിപ്പെടുത്തുകയല്ലാതെ ഒരിക്കലും ഞാൻ അടിച്ചിട്ടില്ല. നിന്നെ ഞാൻ അടിച്ചു. ക്ഷമിക്കണം. ഇരിക്കൂ. നീ വർഷാപ്പിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ ഓർത്തത് മരിച്ചുപോയ എന്റെ അനിയത്തിയാണ്. അതാണ് ഞാൻ തേടി വന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമെന്ന് ഓർത്തുപോയി. നിനക്കാരുമില്ലേ? ഉണ്ട്. ആരൊക്കെ? ഞാൻ മാത്രം. എന്നെ രക്ഷിക്കാനും സൂക്ഷിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെല്ലാം ആയിപ്പോയി. എന്നെ ആരെങ്കിലും അടിക്കാൻ കയ്യോങ്ങുന്നതിന് മുൻപ് ഞാൻ അടിച്ചിരിക്കും. പക്ഷെ ഇന്ന് നിനക്ക് വേദനിച്ചോ? ഉവ്വ്, മനസ്സിൽ. അച്ഛനും അമ്മയും? അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. ഓർമ്മകളിലെല്ലാം അച്ഛനേ ഉള്ളൂ.
രാജശേഖരൻ. എന്തു വേണം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? ഒരു ലോക്കർ ഓപ്പൺ ചെയ്യണം. ഏത് ലോക്കർ? ബാങ്ക് ലോക്കർ. കീ എങ്ങനെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടതല്ല, കീ ഞങ്ങളുടെ കയ്യിലില്ല. അത് മാനേജ്മെന്റ് കയ്യിലാണ്. ഓഹോ, അപ്പോ മാനേജ്മെന്റ് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടട്ടെ, ഞാൻ വന്ന് തുറന്നുതരാം. ഇല്ല, നിങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരും. തോക്ക് ചൂണ്ടി എന്നെ ഭയപ്പെടുത്തി കളയാമെന്ന് കരുതിയല്ലേ? പട്ടാളത്തിൽ വെച്ച് ആയിരക്കണക്കിന് മിഷൻ ഗണ്ണിന്റെ മുമ്പിൽ പതറാതെ നിന്നവനാണ് ഞാൻ. ആ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അനുസരിപ്പിക്കാട്ടെ. ചേച്ചേ, ഇങ്ങനെയല്ലടാ തോക്ക് പിടിക്കേണ്ടത്. ഈ നിങ്ങൾ വരുന്നത് വരുന്നോ അതോ ഇല്ലയോ? സമയം കളയാതെ പോണം മിസ്റ്റർ. കുട്ടി എവിടാ? വിടാ, ഞങ്ങളുടെ കൂടെ വന്ന് പറഞ്ഞ ജോലി ചെയ്തതിന് ശേഷം. ശരി, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. വെയിറ്റ്, കുഴപ്പമുണ്ടാക്കരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ്, ഓർമ്മ വേണം. പോകാം. Hey, don't be smart. Come on, let us go. Come on. എന്റെ മകളുടെ ജീവനെ ഓർത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്തു. ഇനി ഞങ്ങളെ വിട്ടയച്ചൂടെ? വിട്ടേക്കാം. വഴിയിൽ വിടുന്നത് ശരിയല്ലല്ലോ. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. Come on.
എന്റെ കുഞ്ഞാരുമില്ല. അവളെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടൂ പ്ലീസ്. നീ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഇനി നിന്റെ മകൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. Let us move. Come on. വേണ്ട, ഞാൻ പോയില്ല. പപ്പ. ഞാൻ തേടുകയാണ് എന്റെ അച്ഛനെ കൊന്നവനെ. അവനെ ഞാൻ കണ്ടെത്തും. അന്ന് one second. ഇതാണ് എന്റെ അച്ഛൻ, ഇത് വല്യച്ഛൻ. എന്റെ മരിച്ചുപോയ അനുജത്തിയെ ഇന്നെനിക്ക് തിരിച്ചു കിട്ടി. നിന്റെ വല്യച്ഛന്റെ മകനാണ് ഞാൻ. ഇനി എന്റെ അനുജത്തിയെ കാത്തു സൂക്ഷിക്കാൻ ഈ ചേട്ടനുണ്ട്. ചേട്ടാ, ചേട്ടാ, ഇനി ഞാനൊരു അനാഥയല്ല. ഇല്ല അനുജത്തി. ചേട്ടാ, നിനക്ക് അമ്മയെ കണ്ടു.